മുഖം രക്ഷിച്ച് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള തത്രപ്പാടിലാണ് അമേരിക്ക എന്ന് ഇറാന്റെ പരിഹാസം. ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ സജീവമാകുന്നതിനിടയിലാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഇറാന്റെ നിലപാട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ അറിയിച്ചു. US പ്രതിനിധി സംഘം ഉടൻ ഇസ്ലാമാബാദിലെത്തും. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ചകൾക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്ന സാഹചര്യമുണ്ട്. ഇറാന്റെ പ്രതിനിധികൾ അവിടെയുണ്ട്. അമേരിക്കൻ പ്രതിനിധികൾ ഉടനെ എത്തുമെന്ന് പറയുന്നു. പക്ഷേ ഒരു ചർച്ച എന്നതിനപ്പുറം നിലപാട് പാകിസ്ഥാനെ അറിയിക്കുക എന്നതാണോ ഇപ്പോൾ ഇറാന്റെ ലക്ഷ്യം? ഇറാന്റെ ഈ പുതിയ പ്രസ്താവന ഈ ചർച്ചയെ ഏത് തരത്തിൽ ബാധിക്കും? രഞ്ജിത്ത്, അനിശ്ചിതത്വത്തിലായ ചർച്ചകൾ വീണ്ടും ഒരു രണ്ടാം റൗണ്ട് ചർച്ചകൾക്കുള്ള സാധ്യത തെളിയുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാൻ വിദേശകാര്യമന്ത്രി 3 രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള യാത്രയിലാണ്. അതിൽ ആദ്യം ഇസ്ലാമാബാദിലെത്തി. ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവിയുമായും ഇറാന്റെ പ്രതിനിധി സംഘം അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി. അല്പം മുൻപ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി ചില പ്രപ്പോസലുകൾ അസീം മുനീറിനെ ധരിപ്പിച്ചു. അതായത് നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കൗണ്ടർ പ്രപ്പോസലും അസീം മുനീറിനെ അറിയിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടുകൾ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പാക് സൈനിക മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം US പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തും, ആശയവിനിമയം നടത്തും. എന്തായാലും US പ്രതിനിധി സംഘവും ഇസ്ലാമാബാദിൽ എത്തും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇത്തവണ പക്ഷേ JD വാൻസ് ഇല്ല. സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ മരുമകൻ ജറാദ് കുഷ്ണറുമാണ് അവിടേക്ക് എത്തുന്നത്. മുഖാമുഖം ചർച്ചകൾക്കില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പാകിസ്ഥാൻ്റെ പ്രതിനിധി സംഘവുമായുള്ള ആശയവിനിമയത്തിന് ശേഷമാവും അവർ ഇസ്ലാമാബാദിലേക്ക് എത്തി തുടർ ചർച്ചകൾ നടത്തുക. എന്തായാലും ഒരു ഫേസ് ടു ഫേസ് മുഖാമുഖം ചർച്ചയ്ക്കുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ അപ്പോഴും ഒരു കൗണ്ടർ പ്രപ്പോസൽ ഉരുത്തിരിയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഹോർമൂസ് കടലിടുക്കിൽ അതിശക്തമായി തന്നെ അമേരിക്ക അവരുടെ നടപടികൾ തുടരുന്നു. ഉപരോധം രൂക്ഷമായി തുടരുന്നു. അതിനെതിരെ ഇറാൻ റവല്യൂഷണറി ഗാർഡിനോട് അനുബന്ധിച്ചുള്ള മാധ്യമങ്ങൾ കടുത്ത ഭാഷയിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധി അതായത് സ്പോക്സ് പേഴ്സൺ അടക്കമുള്ളവർ വളരെ പരിഹാസ രൂപേണയുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയയ്ക്ക് നടത്തിയിരിക്കുന്നത്.